അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തന്നെ എപ്പോഴും നിന്നിരുന്ന മഹാന്മാരായ താബിഈങ്ങളിൽപ്പെട്ടവർ ഹമ്മാദ് ഇബ്നു സലമ എന്നവർ പറയുന്നു, കാന സാബിത്തുൻ വ ഹുമൈദുൻ, ഹുമൈദ് എന്നവരും സാബിത്തുൽ ബുനാനി എന്നവരും യൽബസാനി അഹ്സന സിയാബിഹിമ, അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും മുന്തിയ നല്ല വസ്ത്രം നോക്കി ധരിക്കും. വയതതയ്യബാനി, അവർ രണ്ടുപേരും സുഗന്ധം പൂശും. വയുതയ്യിബാനിൽ മസ്ജിദ, പള്ളിയിലും അവർ സുഗന്ധം പൂശും, നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിലും. ബിന്നദൂഹി വദ്ദുഹ്ന, പ്രത്യേകമായ അന്നത്തെ രണ്ട് പ്രത്യേക സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അവർ പള്ളിയിലും പ്രത്യേകമായി സുഗന്ധം പൂശും, അവരും പ്രത്യേകം പൂശും. ഫിൽ ലൈലത്തില്ലതി തുർജാ ഫീഹാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണെന്ന് മനസ്സിലാക്കിയാൽ ആ രാത്രിയിൽ കുളിച്ച് സുഗന്ധം പൂശി പള്ളിയിലൊക്കെ അവർ പോകും. ഇത് സ്വഹാബാക്കളുടെയും താബിഈങ്ങളുടെയും ഒക്കെ വഴക്കമായിരുന്നു എന്ന് വെച്ചാൽ ആ രാത്രിക്ക് അവർ കൽപ്പിച്ചിരുന്ന സ്ഥാനമാണിത്. അതിനുവേണ്ടി പ്രത്യേകം കുളിക്കുക, വസ്ത്രം ധരിക്കുക എന്നൊക്കെ, പ്രത്യേകം വസ്ത്രം ധരിച്ച് പ്രത്യേകം കുളിക്കുക. നമ്മൾ വിചാരിക്കും എന്തിനാപ്പോൾ ഒരു കുളി, എന്തിനാപ്പോൾ ഒരു സുഗന്ധമാണ്. സുഗന്ധം പൂശണത് പള്ളിയിൽ പോകണമെങ്കിലേ വേണ്ടിയുള്ളൂ എന്നുള്ളിടത്തോലെ അപ്പോഴത്തെ ധാരണ. ഈ കുറി റമദാൻക്ക് പള്ളിയിലൊന്നും പെരുന്നാൾക്ക് പള്ളിയിലൊന്നും നമ്മൾ പോകണില്ല, അതുകൊണ്ട് സുഗന്ധമൊന്നും പൂശണ്ട, പുതിയ വസ്ത്രങ്ങളൊന്നും ധരിക്കണ്ട എന്ന് വരെ മനുഷ്യന്മാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ. വാസ്തവത്തിൽ സുഗന്ധം പൂശുക, കുളിക്കുക എന്നൊക്കെ പറഞ്ഞത് ആ ദിവസത്തിനും ആ രാത്രിക്കുമുള്ള ഹക്കായി മനസ്സിലാക്കുകയാണെങ്കിൽ അതിനോടുള്ള ആദരവാണത്. ആ ആദരവെന്ന നിലക്ക് തന്നെ ചെയ്യുന്ന കാര്യം ലൈലത്തുൽ ഖദറിനെ ആദരിച്ചുകൊണ്ട് ചെയ്തിരുന്നു ഈ വരുന്ന പറഞ്ഞ്. ഞാൻ ഏതായാലും പെരുന്നാളല്ലേ നമുക്ക് വരുന്നത്, ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദർ കഴിഞ്ഞ് ഏതാനും രാത്രികൾ കഴിഞ്ഞാൽ പെരുന്നാളാണ് നമ്മൾ. പെരുന്നാൾ എന്ന് പറഞ്ഞ രാവും വല്ലാത്ത രാവാണ്, രാത്രിയും വലിയ മഹത്വമാണ്, ഹയാത്താക്കേണ്ട രാത്രിയാണ് പെരുന്നാളിൻ്റെ രാവ്. എല്ലാവരും ഹയാത്താക്കൽ ചന്തയിലാണ്. ഇക്കുറിപ്പ് ഏതായാലും ചന്തയിലും ഇറച്ചിക്കടയിലൊന്നും ഹയാത്താക്കാൻ മാത്രം കഴിയില്ലല്ലോ, ലോക്ക്ഡൗൺ കൊണ്ട് നമ്മൾ കുടുങ്ങും. അപ്പോൾ അത് ശരിക്കും ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കേണ്ട രാവാണ്. ആ രാവിൻ്റെ പോലെ തന്നെ അതിൻ്റെ പകലും, അതിൻ്റെ പകൽ പ്രത്യേകമായി അല്ലാഹു തആല നിശ്ചയിക്കുന്നത് യൗമുസ്സീനത്തി വൽ ഈദ്, അലങ്കാരത്തിൻ്റെയും വസ്ത്രങ്ങൾ അണിയുന്ന അലങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെയും നാളാണത്. നമ്മൾ ഖുതുബയിലെ വാക്കാണുള്ളത് യൗമുസ്സീനത്തി വൽ ഈദ്.